വനത്തിലേക്കൊന്ന് നോക്കി. എത്ര തരം വൃക്ഷങ്ങളാണ് അവിടെ ഉള്ളത്. ചിലത് നല്ല പൂക്കൾ നൽകുന്നത്, ചിലത് നല്ല ഫലങ്ങളുള്ളത്, ചിലത് തണല് മാത്രം നൽകുന്നത്, മറ്റു ചിലത് പക്ഷികൾക്ക് ചേക്കേറാൻ പാകത്തിനുള്ളത്. ഏതു തരം വൃക്ഷമായാലും ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതിന് പിന്നിൽ അധ്വാനിക്കുന്ന ഒരാളുണ്ട്. വേരിന്റെ നിരന്തരമായ വിശ്രമമില്ലാത്ത പരിശ്രമമാണ് മരം ഇങ്ങനെ വളർന്നു നിൽക്കുന്നതിന് പിന്നിൽ. എന്നെങ്കിലും ഒരിക്കൽ ഭൂമിയുടെ ആഴത്തിലെ ഇരുട്ടിനെ വേര് ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, ഭൂമിയുടെ ആഴത്തിലെ ഏതെങ്കിലും ഒരു പ്രതിസന്ധിയെ ഭയപ്പെട്ടിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിമിഷം ഭൂമിയുടെ ആഴത്തിലേക്ക് പോകുന്നതിന് പകരം ഭൂമിക്ക് മുകളിലേക്ക് വളരണമെന്ന് വേരിന് തോന്നിയിരുന്നുവെങ്കിൽ അന്ന് ആ വൃക്ഷം മുരടിച്ചു തുടങ്ങും. ജീവിതത്തിൽ ഇതുപോലെയാണ്. നമ്മൾ ഈ മരങ്ങളെ പോലെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതിന് പിന്നിൽ വേരിനെ പോലെ അധ്വാനിച്ച ചിലരുണ്ട്. അത് നമ്മുടെ മാതാപിതാക്കളാകാം, നമ്മുടെ പ്രിയപ്പെട്ടവരാകാം. എന്നാൽ വൃക്ഷത്തെ കാണുന്ന മനുഷ്യരിൽ ആരെങ്കിലും വേരിനെ കുറിച്ച് ചിന്തിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെയാണ് ജീവിതത്തിലും. നമ്മൾ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് നിൽക്കുന്നതിൽ പിന്നിൽ അധ്വാനിച്ചവരെ നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ലെന്നുള്ളതാണ് വാസ്തവം. എല്ലാവരും ഇല്ല കേട്ടോ, ചിലരെങ്കിലും. വൃക്ഷത്തെ കാണുന്നവർ വേരിനെ മറക്കുന്നത് പോലെ മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ നല്ല വൃക്ഷമായി മാറുവാൻ അധ്വാനിച്ചവരെയും ഞാനും നിങ്ങളും ഓർക്കേണ്ടിയിരിക്കുന്നു. ശരിയല്ലേ? എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.